ഹലോ മൈ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ഹോട്ട് പോട്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ടിഫിൻ സാമ്പാർ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയെടുത്തതാണ്. പിന്നെ അതിലേക്ക് 200 ഗ്രാം മത്തങ്ങയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള ഒരു പൊടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 മുളക്, അതൊക്കെ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഞാനൊരു സ്മാഷർ ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. ഈ സാമ്പാറിൽ നമുക്ക് കഷ്ണങ്ങളൊന്നും കാണാൻ പാടില്ല, അത് കാരണം നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 2 ഉണക്കമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 15-20 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. അതിനടുത്ത് കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം കായം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പും മത്തങ്ങയും കൂടിയുള്ളത് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി പുളിവെള്ളം ആഡ് ചെയ്യാം. ഞാനൊരു ചെറിയ നാരങ്ങ സൈസിലുള്ള പുളി വെള്ളത്തിൽ നന്നായി കുതിർത്ത് വെച്ച് അതെടുത്ത വെള്ളമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അതും ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സാമ്പാർ ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കൈപ്പിടി മല്ലിയില ആഡ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിന് ശേഷം ഉപയോഗിക്കും. അപ്പോൾ എല്ലാവരും ഈ ഈസി ആയിട്ടുള്ള സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching. Bye bye.